ഞാനും സുതപ്പനും കൂടി രാവിലെ തന്നെ ദേ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങണേട്ടാ. നമ്മുടെ കൊടുങ്ങല്ലൂർക്കാണ് പോണത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കൊടുങ്ങല്ലൂരമ്മയെ കാണാൻ പോണത്. അപ്പോൾ അതിൻ്റെ വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ റെഡി ആയപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അങ്ങനെ ദേ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ സുതപ്പൻ ഇന്ന് മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് അമ്പലത്തിലേക്ക് വന്നത്. മുണ്ടെടുത്തത് വേറെ ഒന്നുമല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ കുട്ടിയായി ഇനി മുണ്ടൊക്കെ കൊടുത്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിക്കർ ഇടാൻ പാടില്ല എന്ന്. എന്നാലും അടിയിൽ നിക്കർ ഇട്ടിട്ടുണ്ട് കേട്ടോ. എപ്പോഴാണ് മുണ്ട് ഒലിഞ്ഞു പോകണമെന്ന് പറയാൻ പറ്റൂല എന്നും പറഞ്ഞ് അങ്ങനെ ദേ നല്ല തകൃതിയായിട്ടുള്ളൊരു മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വഴിയിൽ വെച്ച്. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് ദേ ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മഴയായിട്ടും ഞാൻ വിചാരിച്ചു മഴയായതുകൊണ്ട് തന്നെ തിരക്ക് കുറയൊന്നും പക്ഷേ ഇല്ലായിരുന്നു. അങ്ങനെ ദേ ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് ദേവിനെ കണ്ട് തൊഴുത് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ദേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങണ സമയത്ത് സുതപ്പൻ എന്തായാലും ഒരു ഫോട്ടോയോ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തരും കേട്ടോ. അങ്ങനെ ദേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ദേ സുതപ്പൻ്റെ പേരിലൊരു ബസ്. അപ്പോൾ സുതപ്പൻ പറയുന്നത് അമ്മ അതെൻ്റെ ബസ്സാണ്, സംഗീതം എന്നാണ് ആ ബസ്സും എഴുതിയേക്കണേന്ന്. പിന്നെയാണെങ്കിൽ ദേ ഫോർച്യൂണും. സുതപ്പനാണെങ്കിൽ ഒരു വണ്ടിപ്രാന്തനായതുകൊണ്ട് തന്നെ വണ്ടികൾ ഏതൊക്കെയാണ് അവിടെ കിടക്കണേന്ന് ആയിരിക്കുള്ളൂ പുള്ളി നോക്കണത്. അങ്ങനെ ഒരു ഫോർച്യൂൺ കണ്ട് വൈറ്റ് കളറിലെ ഫോർച്യൂണിൻ്റെ അടുത്ത് പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തപ്പോൾ പിന്നെ ഒരു ബ്ലാക്ക് പോണ് ഷോ അത് നിർത്തിയതെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ദേ സുതപ്പനായിട്ട് പോരണ വഴിക്കാണ് കേട്ടോ അതേ മുക്കൂറ്റി കണ്ടത്. മുക്കൂറ്റി നമ്മുടെ വീട്ടിലില്ല കേട്ടോ, നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലില്ല മുക്കൂറ്റി. അപ്പോൾ സാധാരണ ഞാനിങ്ങനെ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ കുറച്ച് അധികം മുക്കൂറ്റിയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ നടാറുണ്ട് കേട്ടോ. തുമ്പയും ഇല്ല, തുമ്പയും ഞങ്ങളിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ഇടുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാമല്ലോ. അപ്പോൾ സുതപ്പൻ എന്നോട് പറയാണ് ഈ ഡ്രസ്സും ഈ മുക്കൂറ്റിയും പിടിച്ച് വന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് എന്തോ അവാർഡ് കിട്ടിയിട്ട് അമ്മ അതിൽ ബൊക്കെയൊക്കെ പിടിച്ച് വരണ പോലെ തോന്നണ്ടെന്നൊക്കെ പറയണ്ടായിട്ടാ. നല്ലൊരു അവാർഡാണ് മുക്കൂറ്റി തൊടാനായിട്ട് കിട്ടുക എന്ന് പറയുന്നത്. ഒരു നൊസ്റ്റു ആണല്ലോ അത്. ഈ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ, നമ്മൾ പഴയ ആൾക്കാർക്കല്ലേ അതൊക്കെ മനസ്സിലാവുള്ളൂ. അങ്ങനെ ദേ ഞാൻ മുക്കൂറ്റിനെയൊക്കെ കൊണ്ടുവന്ന് തുള്ളി കളിച്ചാണ് ഞാൻ മുക്കൂറ്റിയൊക്കെ നടണത് കേട്ടോ. ഇനിയിപ്പോൾ അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ എടുക്കാമല്ലോ. കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദേ ഞാൻ ആ ഒരു യജ്ഞം കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ദേ മുക്കൂറ്റി അങ്ങോട്ട് വേഗം തന്നെ ചാലിച്ച് അങ്ങോട്ട് തൊടാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. നിങ്ങളെല്ലാവരും മുക്കൂറ്റിയൊക്കെ തൊട്ടായിരുന്നോ? എല്ലാവരും മുക്കൂറ്റിയൊക്കെ തൊട്ടാന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ദേ ഞാൻ നന്നായിട്ട് നല്ല പീച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ സുതപ്പൻ പറയുന്നുണ്ട് പോകാൻ നേരം ആകുമ്പോൾ മതിയമ്മേ അല്ലെങ്കിൽ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ എന്നാലും തൊട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദേ ചെറുക്കനെയും തൊട്ട് കൊടുത്ത് ഞാനും തൊട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി അടുക്കളയിൽ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം ആ പണികളിലോട്ട് കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.